നിങ്ങൾ അറിഞ്ഞില്ലേ, വെറുതെ കാശൊന്നും ആരും ഇനി കളയണ്ട. കാശൊക്കെ ഒരുപാട് സമ്പാദിക്കാൻ പറ്റും എല്ലാവർക്കും. പണ്ടൊക്കെ ഇപ്പോൾ യൂറിൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂത്രപ്പുര വേണം. മൂത്രപ്പുര എന്നാണ് പണ്ടൊക്കെ പറയുന്നത്. അതായത് യൂറിൻ പാസ് ചെയ്യാനായിട്ട് ഒരു അടച്ചുറപ്പുള്ളൊരു മറ വേണമായിരുന്നു. കാശില്ലാത്തവർ തുണി കൊണ്ടും പിന്നെ ഈ ടാർപ്പാളം കൊണ്ടും ഒക്കെ ഓലക്കെട്ടിടമൊക്കെ ആയിട്ട് മറച്ചാണ് സേഫ്റ്റി കണ്ടെത്തിയിരുന്നത്. പെൺകുട്ടികളുടെ സേഫ്റ്റി നോക്കിക്കൊണ്ടാണ് ആൺകുട്ടികൾ അത് ചെയ്തു കൊടുത്തിരുന്നത്. ഇന്നത്തെ കാലത്ത് അങ്ങനൊരു സംഭവമേ വേണ്ട എന്നാണ് ഇന്നത്തെ പെൺകുട്ടികൾ പറയുന്നത്. എല്ലാവരും അല്ല കേട്ടോ, ചിലർ. ഒരു അപർണ എന്ന് പറയുന്ന ഒരു നായിൻ്റെ മോള്, അവൾക്ക് ബാത്റൂമൊന്നും വേണ്ടെന്ന് അവൾ പറയുന്നത്. അവൾക്ക് പബ്ലിക്കിൽ പെടുത്താൽ മതി എന്നാണ് അവൾ പറയുന്നത്. പക്ഷേ അവളൊരു തെമ്മാടിത്തരം കാണിക്കുന്നുണ്ട്. അവൾ ഒരു തന്തയ്ക്ക് പിറന്നവളാണെന്നുണ്ടെങ്കിൽ ആ മാസ്ക് അങ്ങോട്ട് ഊരി മാറ്റിയിട്ട് അവൾ പബ്ലിക്കിൽ ഈ വീഡിയോ ചെയ്യണം. അവളുടെ അക്കൗണ്ടിലൊന്ന് കയറി നോക്കിയാൽ, അല്ലെങ്കിലേ അവൾ റീച്ചാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കയറി നോക്കേണ്ട കാര്യമൊന്നുമില്ല. നോക്കിയാലും നോക്കിയില്ലെങ്കിൽ റീച്ച് തന്നെയാണ്. അവൾ പബ്ലിക്കിൽ വന്നു മൂത്രം ഒഴിച്ച് കാണിക്കണം. എങ്ങനെയാണ് മൂത്രം ഒഴിക്കണമെന്ന് ആർക്കും അറിഞ്ഞൂടാ. ഇവളെന്നെ കാണിച്ചു കൊടുത്താലേ മറ്റുള്ളവർ പഠിക്കൂ എങ്ങനെയാണ് യൂറിൻ പാസ് ചെയ്യണമെന്ന്. അവൾ ഇന്നലെ വന്നിട്ട് പറയുകയാണ്, അവൾക്ക് പാല് കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നീ ഒരു കാര്യം ചെയ്യടി, മിൽമ പാല് കുറച്ച് മേടിച്ച് അങ്ങ് കാച്ചി അങ്ങ് സ്റ്റോക്ക് ചെയ്ത് വെക്കി. കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഒക്കെ അങ്ങ് കുടിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ നീ ഉദ്ദേശിക്കുന്ന പാല് കുടിക്കാനായിട്ട് ഇത്രയേറെ പാൽ എവിടെ കിട്ടും? നിനക്ക് കിട്ടത്തില്ല. എൻ്റെ അത്യാർത്ഥി ഭയങ്കര ഒരു അപാരം തന്നെ. അവൾക്ക് പാല് കുടിക്കണത് ഇഷ്ടമാണ്. പക്ഷെ ഇതിനൊക്കെ എന്താ പറയാനുള്ളത്? ആ വീഡിയോ എടുത്ത് കൊടുക്കണ ഏത് നായിൻ്റെ മോനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. എത്ര തൊലിക്കട്ടി, ഭയങ്കര തൊലിക്കട്ടി അപാരം തന്നെ. നീ ആ ഇട്ടിരിക്കണ അത്രയും കൂടെ ഊര്, എന്നിട്ട് പബ്ലിക്കിൽ വന്ന് നീ ഇതുപോലെ വീഡിയോ ചെയ്യും. പബ്ലിക്കിൽ നീ ചെയ്യണം. ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ചെയ്യണം. പബ്ലിക്കിൽ നീ ചെയ്യണം. അധികാരികളുടെ മുമ്പിൽ പോയി നിന്ന് ചെയ്യണം. അതിനുള്ള ധൈര്യം നിനക്കുണ്ടോ? നീ ഏതെങ്കിലും കാട്ടിലും മൂലകളിലും റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഇടയിലൊക്കെ പോയി നിന്നിട്ട് വീഡിയോ എടുത്ത് അക്കൗണ്ടിലിട്ടിട്ട് അതെന്താണ് ധൈര്യം? എന്ത് ധൈര്യമാണ്? ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ അല്ലെങ്കിൽ അവളാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പകുതി ഒളിച്ചും വെച്ച് പകുതി തുറന്നും വെച്ചിട്ട് ഒരു കാര്യമില്ല. കാണിക്കുമ്പോൾ മൊത്തത്തിൽ കാണിക്കണം. എല്ലാവരും കണ്ട് ആസ്വദിക്കണ്ടേ? പകുതി കാണിച്ചാൽ പിന്നെ ആസ്വദിക്കാൻ പറ്റുന്നില്ലല്ലോ മറ്റുള്ളവർക്ക്. കഷ്ടം. വല്ലാത്തൊരു ഗതികേടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചാനലുകൾ തുറക്കാൻ വയ്യ. ഈ നാശങ്ങളെ കൊണ്ട്, വെടികളെ കൊണ്ട്, വെടിയെന്ന് വേണം പറയാം. ഇങ്ങനെയുള്ളതൊക്കെ വെടി തന്നെയാണ്. പിന്നെ അല്ലാതെ എന്താണ്? വെടി ഒന്നാം തരം വെടികളാണ്. മനസ്സിലാവുന്നുണ്ടോ? കാശിന് വേണ്ടി കഷ്ടപ്പെടാൻ പോകുന്നവർ പിന്നെ അവർക്ക് ജീവിത മാർഗത്തിന് വേണ്ടി അവർ പോകുന്നെന്ന് പറയാം. അതൊരു തൊഴിലാക്കി മാറ്റി. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും പറയാം. നമുക്ക് ചിന്തിക്കാം. അതിനൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. എങ്കിലും ചിന്തിക്കാം. അയ്യോ, കുട്ടികളെ വളർത്താനാണല്ലോ, അല്ലെ എന്തെങ്കിലും ഒരു കാരണം പറയും. ഇതൊക്കെ എന്തോന്നാണ് പബ്ലിക്കിൽ വന്ന് കാണിക്കുന്നത്? ഇവിടെയൊക്കെ തന്തയും തള്ളയൊക്കെ ഇത് കാണുന്നില്ലേ? കൂടപ്പുറപ്പുകൾ കാണുന്നില്ലേ? മക്കൾ കാണുന്നില്ലേ? എന്താണ്? ഒന്നും മനസ്സിലാകുന്നില്ല എനിക്ക്. വല്ലാത്തൊരു നല്ല അരിശം കയറുന്നുണ്ട്. നല്ല അരിശം. ഇതിനെക്കാട്ടിയും പോയി ചത്തുകൂടി. എന്തിനാ ജീവനോടെ ഇരിക്കണം? ഇങ്ങനെ കാശുണ്ടാക്കിയിട്ട് എന്ത് നേടാൻ പോകണം? ചാവുമ്പോൾ വല്ല പട്ടറയിലോ വല്ല കല്ലറയിലോ കൊണ്ട് വയ്ക്കുമോ? ഒരിക്കലും വയ്ക്കത്തില്ല. ചാവുമ്പോൾ ഒരു ഉടുതുണി പോലും കാണത്തില്ല. ഇമ്മാതിരി കാശുണ്ടാക്കിയിട്ട് എന്ത് നേട്ടമാണ്? ഒരു ആക്സിഡൻറ്റ് പറ്റിയാൽ, ഒരു പൊള്ളലേറ്റാൽ തീരാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ഭൂമി ഉരുക്കം വന്നാൽ തീരാവുന്നതേ ഉള്ളൂ ഈ ചാട്ടമൊക്കെ. വീഡിയോകൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പം നമുക്ക്, അതായത് നമ്മളെപ്പോഴും സൈലൻ്റ് ആവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളെ വയലൻ്റ് ആക്കി. മനസ്സിലാവുന്നുണ്ടോ? വയലൻ്റ്. ഒരുത്തി ഇറങ്ങിയപ്പോൾ പിന്നെ 1000 പെണ്ണുങ്ങൾ. എവളുമാരെന്ന് അക്കൗണ്ട് പൂട്ടിക്കാൻ ഈ അധികാരികൾക്ക് കണ്ണില്ലേ എന്നാണ് ഞാൻ ഇനി ഇറങ്ങുന്നത്. കുറേ പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് ഞാൻ ഇനി ഇറങ്ങുന്നുണ്ട് അധികാരികളുടെ മുമ്പിൽ. തീർച്ചയായിട്ടും ഞാനത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പോകണം, നമ്മൾ മുന്നിട്ട് ഇറങ്ങണം. നമ്മളെപ്പോലെ നല്ല പെൺകുട്ടികൾ, അതായത് തൻ്റെ ഇടത്തോടു കൂടി പുറത്തോട്ട് ഇറങ്ങിയെങ്കിൽ മാത്രമേ ഇവളുമാരെയൊക്കെ അടിച്ചൊടിക്കാൻ പറ്റുള്ളൂ. കയ്യിനും കാലിനും അടിച്ചൊടിക്കണം ഇവളുമാരെയൊക്കെ. തുണിയില്ലാതെ എങ്ങാനും വല്ല വീഡിയോകൾ വല്ലതും ചെയ്ത് ആസിറ്റെടുത്ത് വീട്ടിൽ കൊടുക്കണം ഇവളുമാർക്കൊക്കെ. വേറെ ഒന്നുമല്ല ചെയ്യേണ്ടത്. അവിടെ അങ്ങോട്ട് പൊള്ളി അങ്ങ് മറ്റേ വ്രണമായി കഴിഞ്ഞ് പിന്നെ അതൊന്നും ആരെയും കാണിക്കില്ലല്ലോ. അങ്ങനെ കാണിക്കണമെന്നൊരു മോഹവും വരില്ലല്ലോ. അതവിടെ ഇരിക്കണോണ്ടാണല്ലോ ഈ രോമാഞ്ചവും ഈ ആഗ്രഹവും പൊട്ടിമുളയ്ക്കുന്നു. ഒരു നായിൻ്റെ മോൻ പെണ്ണുങ്ങൾ ചെയ്യണമെന്ന് കണ്ടിട്ട് ഒരു നായിൻ്റെ മോൻ അവനും തുണിയില്ലാതെ ഓരോ പാട്ട് സീനുകൾ, നല്ല പാട്ടുകളൊക്കെ എടുത്തു വെച്ചിട്ട് ആ പാട്ടിൻ്റെ വില പോലും കളയുന്നു ഈ നായിൻ്റെ മോന്മാരൊക്കെ. അവന്മാർ പറഞ്ഞത് എന്താണെന്നറിയോ?
അവളുമാർ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ നമുക്ക് ചെയ്താൽ എന്താന്ന്. ശരിയാണ്, അവളുമാരല്ലേ അവന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവന്മാർ ചിന്തിക്കണം ഞാനും ഇച്ചിരി കാണിച്ചു കൊടുക്കാമെന്ന്. ഇങ്ങനെ അവന്മാരും കൂടിയിട്ട് കാണിച്ച് കൊച്ചുമക്കളുകൾ വരെ വഴിതെറ്റി. ഇനി വഴിതെറ്റാനായിട്ടൊന്നുമില്ല, എല്ലാം വഴിതെറ്റി കഴിഞ്ഞു. ഇപ്പോഴത്തെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം അതെന്താണ് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു. അതിന് കാരണമുണ്ടാക്കിയത് ഇതുപോലുള്ള വേശികളാണ്, പക്കാ വേശികൾ, ഒന്നാം തരം. മനസ്സിലാവുന്നുണ്ട്? ഇവളുമാരെ കൊണ്ടാണ് പൊറുതിമുട്ടിയിരിക്കുന്നത്. സഖി കേട്ട് ഇരിക്കുമെന്ന് പറയില്ലേ, അമ്മാതിരി ഗതികേടാണ് കേട്ടാ ജീവിതം. ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ വയ്യ. ഇവളുമാരെയൊക്കെ കയ്യിനെയും കാലിനെയും അടിച്ചോടിക്കണമെന്നാണ് ഞാൻ പറയണത്. അടിച്ചൊടിച്ച് വിട്ടു കൊടുക്കണം. അതായത് മൊബൈലെടുത്ത് ആ വീഡിയോ ക്യാമറ ഓണാക്കി ഇങ്ങനെ പരസ്യമായിട്ട് കാണിക്കാനുള്ള കൈ അവിടെ കാണരുത്. അതൊന്നീ വെട്ടിയെടുക്കണം, അല്ലെങ്കിൽ അടിച്ചൊടിക്കണം. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്താലേ ഇവളുമാർ നന്നാവുള്ളൂ. ഒരാളെ ചെയ്താൽ മതി, ഒരാളെ. പിന്നെ ഒരുത്തൻ്റെയും കൈ പൊങ്ങത്തില്ല, തുണിയില്ലാതെ ഇമാതിരി കിടന്ന് ആടാനായിട്ട്. ഒരാളിനെ ചെയ്താൽ മതി. അത് ചെയ്യാനായിട്ട് തൻ്റെ ഇടമുള്ളവരാരും ഇല്ലല്ലോ ഈ നാട്ടിൽ. ഉണ്ടോ? തൻ്റെ ഇടമുള്ള ആണോ പെണ്ണോ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. എല്ലാവരും ബാഡ് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് സപ്പോർട്ടാണ്. മനസ്സിലായില്ലേ? എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്യാൻ പറ്റും. എത്ര പട്ടിണി പാവങ്ങൾ, പിറകിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ദുഃഖത്തിൻ്റെ ആഴത്തിലേറിയ കഥകളുണ്ട് കാണാനും പറയാനും. എന്തെല്ലാം വീഡിയോകൾ എടുത്തിടാം, റീച്ചുണ്ടാക്കാം, കാശുണ്ടാക്കാം. ഇമ്മാരി കോപ്രായം കാണിച്ചിട്ട് വേണോ കാശുണ്ടാക്കാനായിട്ട്? ഇറങ്ങണം. എന്നെപ്പോലുള്ള കുറേ പേര് ഒത്തൊരുമയോടുകൂടി ഇറങ്ങണം സമൂഹത്തിൻ്റെ മുമ്പിൽ. ഇമാതിരി വീഡിയോകൾ ചെയ്യുന്ന നായിൻ്റെ മോളെയും നായിൻ്റെ മോന്മാരെയും കയ്യിനെയും കാലിനെയും അടിച്ചൊടിക്കണം. അല്ലെങ്കിൽ നുരുന്നൂരോട്ട് കൊത്തി ഇങ്ങനെ എടുക്കണം, ചിക്കൻ കൊത്തി എടുക്കും പോലെ. എന്നിട്ട് അങ്ങോട്ട് കാക്കയ്ക്കോ അല്ലെ പട്ടിക്കുട്ടിക്കോ വാരി ഇട്ട് കൊടുക്കണം. അതായത് അമ്മാതിരി അരിശം കയറുന്നുണ്ട്, അമ്മാതിരി. എന്തോന്നിത്? ഞാനും പതിവ്രതയൊന്നുമല്ല, ഒരു നോട്ടം കൊണ്ട് പോലും തെറ്റിയാത്തൊരു വ്യക്തിയൊന്നുമല്ല. അത് ഞാൻ പലപ്പോഴും പറയുന്നതാണ്. പക്ഷെ എല്ലാത്തിനും ഒരു മര്യാദയുണ്ട്. ഒന്നി പഴിച്ചാൽ മൂന്നെന്നാണ്. നിനക്ക് അത്രയ്ക്ക് കാമക്കടി കൂടുതലാണെങ്കിൽ നീ ഒരു കല്യാണം കഴിച്ച് ജീവിക്കും. 1 or 2 കല്യാണം കഴിച്ച് ജീവിക്കും. മനസ്സിലായില്ലേ? അതായത് ഇങ്ങനെ പബ്ലിക്കിൽ വന്നിരുന്ന് ഇങ്ങനെ തെമ്മാടിത്തരം അല്ല കാണിക്കേണ്ടത്. അതല്ല കാണിക്കേണ്ടത്. നിനക്കൊരു ആണിൻ്റെ ഒരു ആണിൻ്റെ ചൂട്, അല്ലെങ്കിൽ ഒരു ആണിൻ്റെ ഇത് എന്താ പറയണത്, അതാണ് നിനക്ക് ആഗ്രഹമെന്നുണ്ട്. ഒരു കല്യാണം കഴിച്ച് ജീവിക്കുക, അത് അന്തസ്സ്. അല്ലാതെ ഇമ്മാര് തെമ്മാടിത്തരം വന്ന് സോഷ്യൽ മീഡിയയിൽ കാണിച്ച് പബ്ലിക്കിൽ വന്ന് കാണിച്ച് കാശുണ്ടാക്കുന്നതല്ല അന്തസ്സ്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊന്നും നല്ലതിനല്ല. കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്ന. പണ്ടൊക്കെ പണി താമസിച്ചാണ് വരുന്നത്. ഇപ്പം ഫ്ലൈറ്റ് പിടിച്ചാണ് വരുന്നത്. ഉടനെ കിട്ടും പണി താമസിക്കാതെ. ഒരക്കൗണ്ട് പൂട്ടിയില്ലേ, അടുത്തതും പൂട്ടും. അതിന് യാതൊരു സംശയവുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇത് കുറേ കടുന്ന കൈയായിപ്പോയി, ഇച്ചിരി കടുപ്പം കൂടിപ്പോയി. ഇതൊക്കെ ഒരുത്തി കാണിച്ചു കൊടുത്തതാണിപ്പം. 1000 പെണ്ണുങ്ങൾ ഇതിൻ്റെ പുറകെ ഇറങ്ങിയിട്ട്. ഇപ്പോൾ ആണുങ്ങൾ ഷഡ്ഡി ഇട്ട് അവന്മാരും ഇറങ്ങിയിട്ടുണ്ട്. അവന്മാർ പറയണോ അവളുമാർ കാണിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചാലെന്താ? അത് ശരിയാണ്, ആ ചോദ്യം ശരിയല്ലേ? ഇവളുമാരല്ലേ കാണിച്ചു കൊടുത്തത്? കലിപ്പ്, ഒരു നാളം കലിപ്പ് തീരത്തില്ല. കട്ടക്കലിപ്പ്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ ചില സമയത്ത് തുടങ്ങി. എനിക്ക് തന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നുരുന്നോന്ന് വരും. ഭ്രാന്ത് കയറിയിട്ട് ഇതൊക്കെ കൂടെ കാണുമ്പോൾ പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? സഖി ഇട്ടിട്ട് പറഞ്ഞു പോകുന്നതാണ്.